your brand globally. Make your venture a success. Unique Times, Premium Business Lifestyle Magazine. ഒരിക്കലും ഒരു കോർട്ടൂൺ ഡ്രാമ വരുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഒരു ബോറടിക്കാൻ തോന്നും. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ആക്ടിങ് സിദ്ദിഖിൻ്റെയും അനശ്വരയുടെയും രണ്ടുപേരും കട്ടയ്ക്ക് പെർഫോം ചെയ്തു. സിദ്ദിഖിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ സോപ്പ കാണുമ്പോൾ പറഞ്ഞാൽ ലൈക്ക് അവസാനമൊക്കെ നമുക്ക് തന്നെ ഇവനായിട്ട് പറഞ്ഞാൽ ഒരു പ്രേക്ഷകരുടെ രീതിയിൽ അങ്ങനെ ഫീൽ ആവും. അത്ര അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അനശ്വരയുടെ ആക്ടിങ് ആണ്, അടിപൊളിയാണ്. ലാലേട്ടൻ എന്നൊരു ആക്ടർ ഇസ് ബാക്ക് ആൻഡ് ഈ കോംബോ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. സാർ പടം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. നേര് ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? ദൃശ്യം പോലുള്ള ചിത്രങ്ങൾ ചെയ്തിരിക്കുന്ന അവർ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു വേറൊരു സ്റ്റോറി. അതും നമ്മൾ പ്രേക്ഷകരെ ഇത് വേറിട്ടൊരു നടന്നൊരു സംഭവം. ശാന്തി എന്ന ആ ഒരു അഭിനേതാവ്, അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നടന്നൊരു സംഭവം കറക്റ്റ് നല്ല നമ്മുടെ ജുഡീഷ്യറിയിൽ നമ്മുടെ വിശ്വാസം ഒരുപാട് ഉറപ്പിക്കുന്ന ഒരു കഥയാണ്. തീർച്ചയായിട്ടും സ്ത്രീ പ്രേക്ഷകർ കാണണം, കുടുംബ പ്രേക്ഷകർ കാണണം. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കഥ തീർച്ചയായിട്ടും ദൃശ്യവൽക്കരിച്ച് കാണിച്ചപ്പോൾ നമ്മൾക്ക് ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുന്ന. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അതെ തീർച്ചയായിട്ടും അത് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ആടിയിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ സിദ്ദീഖ, പ്രിയാമണി, ജഗദീഷ്, അനശ്വര രാജന്റെ ചലഞ്ചിങ് കഥാപാത്രമാണ്. ജിത്തു ജോസഫ് ലാലേട്ടൻ കോമ്പിനേഷൻ ഇപ്പോഴും അടിപൊളിയാണെന്ന് നമുക്ക് അറിയാലോ. ഇതിന് മുമ്പ് അടിപൊളിയായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം നമുക്ക് വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇതിൽ ലാലേട്ടൻ്റെ ഈ കരയുന്ന ഒരു ചെറിയൊരു കുഞ്ഞൊരു, അത് വലിയ പറ്റൊന്നുമല്ല, ചെറിയൊരു സീനാണ്. പക്ഷെ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നമുക്കൊരു വിഷമം വരും. ചെറുത് മതി, അത് അത് മതി. ആള് ഫേസിൽ പലരും പറയും എക്സ്പ്രഷൻസ് ഒന്നും പണ്ടത്തെ പോലെ ഇല്ല എന്നുള്ളത്. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി പറയാം. പണ്ടത്തെ പോലെ അഭിനയ ചക്രവർത്തിയാണ്. ഒബ്വിയസ്ലി ഹി ഈസ് ദ ലെജൻഡ്. വേറെന്തൊക്കെ പറയാനുണ്ട് ചിത്രത്തെക്കുറിച്ച്? ഇത് പിന്നെ മറ്റേ അനശ്വരയുടെ അഭിനയമാണെങ്കിലും ആ ഒരു പുള്ളിക്കാരത്തെ അഭിനയിക്കുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അഭിനയാന്ന് നമുക്ക് തോന്നില്ല. അത്ര നല്ലൊരു നല്ലപോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലല്ല, ചെയ്തിട്ടില്ല. ഫിലിം നോക്കുന്നുണ്ടോ ഭാവിയിൽ? ഞാനൊരു ആക്ട്രസ് ആണ്. വരുന്നേ ഉള്ളൂ, മൂവി വരുന്നേ ഉള്ളൂ. കിടിലം പടമാണ്. ലാലേട്ടൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവായിട്ടാണ്. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് ശേഷമാണ് ലാലേട്ടനെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു ക്യാരക്ടറിൽ കാണുന്നത്. പിന്നെ 4 വർഷത്തിന് ശേഷമാണ് ഒരു ലാലേട്ടൻ്റെ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയേക്കണത്. പിന്നെ അതുമാത്രമല്ല, ഇതിനകത്ത് ലാലേട്ടൻ ഓരോ സീനും കൊടുക്കുന്ന റിയാക്ഷൻ അതൊക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി, വോയിസ് മോഡുലേഷൻ, ലാലേട്ടൻ കിടിലനായിട്ട് തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ്. അത് എത്ര കാലത്തിന് ശേഷമാണ് കാണുന്നത്. ജിത്തു ജോസഫാണ് അതങ്ങാട് ചെയ്യിപ്പിച്ചെടുത്തേക്കണത്. ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ലായിരുന്നു. പിന്നെ കോർട്ടിൽ വാദിക്കുന്ന സീനെല്ലാം കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ സമയത്തുള്ള ഡയലോഗ് ഡെലിവറി, ആ നിസ്സഹായത അവസ്ഥ, അതെല്ലാം കിടിലനായിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. 2024 ലാലേട്ടനുള്ളതാണ്. അതായത് ഇതൊരു തുടക്കമാണ് ഹിറ്റിൻ്റെ. ഇനി വരാൻ പോകുന്ന മലൈക്കോട്ട വാലിബൻ, എമ്പുരാൻ, റംബാൻ, റാമു, ഇതെല്ലാം കിടിലനായിരിക്കും ഉറപ്പാണ്. ലാലേട്ടൻ ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കണം ഞാൻ. കാരണം അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ഈ തിരിച്ചുവരവിന് വേണ്ടി. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു സത്യം പറഞ്ഞ. കാരണം അത്രക്കും കാത്തിരുന്നൊരു തിരിച്ചുവരവാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഏരിയൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കാരണം തുടക്കം തുടങ്ങി അവസാനം വരെ എൻഗേജ്ഡ് ആണ്. കോടതിയിലുള്ള സീൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കണം. പിന്നെ അതുപോലെ ട്വിസ്റ്റ്, സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും വാദിക്കുന്ന സീൻസിൽ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ് ഉണ്ട്. കാരണം അത്ര ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും. പിന്നെ BGM ഒക്കെ അടിപൊളി BGM ആണ്. നല്ല രീതിയിലാണ് സ്കോർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളും ഇതിൻ്റെ ഒരു മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ് ജിത്തു ജോസഫിൻ്റെ. പിന്നെ സിദ്ദിഖ്, അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയാമണി, ജഗദീഷ്, ഇവരെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കിടിലൻ പടം. ക്ലൈമാക്സ് കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു. വെൽ സാറ്റിസ്ഫൈഡ് ക്ലൈമാക്സ് ആയിരുന്നു. അതെല്ലാം ബ്ലെൻഡ് ചെയ്തേക്കുന്നത് കിടിലനായിട്ടാണ്. അതായത് ഈ സ്റ്റോറിക്കായാലും എല്ലാത്തിനും ഒരു ഫ്ലോ ഉണ്ട്. അനാവശ്യമായി കുത്തിക്കയറ്റിയ സീൻസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു കിടിലൻ റോളിൽ കണ്ടല്ല. അതാണ് ഏറ്റവും വലിയ സമാധാനം. കാരണം അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ഒരു നല്ലൊരു സിനിമ തിയേറ്ററിൽ കണ്ട് ആൾക്കാരോട് പോയി കാണണമെന്ന് പറയാനായിട്ട് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്.
ഇത് എന്തായാലും എല്ലാവർക്കും ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ ചെയ്തേക്കാം. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണ്, കാരണം അത് പ്രതീക്ഷ വരുന്നത് ക്ലൈമാക്സ് എടുത്ത് ചോദിച്ചതുകൊണ്ടാണ്. ഇതൊരു നോർമൽ ക്ലൈമാക്സ് ആണ്. അങ്ങനെ ദൃശ്യം ലെവൽ ട്വിസ്റ്റ് ഈ ടീം പറഞ്ഞ എന്ത് തന്നെയാണോ അത് തന്നെ അവർ ഡെലിവർ ചെയ്തത്. ഒരു കോട്ടൂൺ ഡ്രാമയാണ്, പക്ഷേ അത് അടിപൊളിയായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവൻ പറഞ്ഞ പോലെ വെരി ഹാപ്പി ടു സീ ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ പുറത്തിറങ്ങിയ ശേഷം 4 വർഷത്തിന് ശേഷം സന്തോഷത്തോടെ പറയാൻ ലൈക്ക് ഇതൊരു അടിപൊളി പടം ലാലേട്ടൻസ് ബാക്ക് എന്നുള്ളത്. പിന്നെ ഒരു 4 വർഷം മുന്നേ എപ്പോഴും ലാലേട്ടൻ വേറൊരു മെത്തേഡിലായിരിക്കും പോയത്. എല്ലാവരും സ്റ്റാർ എന്നുള്ള രീതിയിലാണ് ഇത്ര നാൾ നമ്മൾ ലാലേട്ടൻ കാണിച്ചിരുന്നത്. പക്ഷേ അത് താങ്ക് യു ജിത്തു ജോസഫ് ഫോർ ബ്രിങ്ങിങ് ലാലേട്ടൻ ബാക്ക് ആസ് ആൻ ആക്ടർ. അടിപൊളിയായിട്ടുണ്ട്, വെരി ഹാപ്പി. പിന്നെ എനിക്ക് ശരിക്കും ലാലേട്ടൻ നമ്മൾ ആക്ട് ചെയ്ത് ഞടിച്ചുള്ളതാണ്, പക്ഷേ അത് ശരിക്കും ഞടിച്ചത് അനശ്വരൻ സിദ്ദിഖുമാണ്. സിദ്ദിഖൊക്കെ ഒരു നെഗറ്റീവ് ഷോട്ടുള്ള കാരണമാണ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇവനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം എന്ന് നമുക്ക് ലൈക്ക് ഉള്ളിൽ ഫീൽ വരും. അതിനുള്ള പെർഫോമൻസ് ഒരു സംഭവമൊക്കെ അത് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ അനശ്വര നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. 2.5 മണിക്കൂർ കോട്ട് ടൂർണമെൻറ്റിൽ ഒരു ഓൾമോസ്റ്റ് 2 hours കോട്ടി തന്നെയാണ്. സോ അപ്പോൾ ഒരു ഈവൻ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് സീൻസ് വരുമ്പോൾ ഒരു ഇഴച്ചിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മൂവിയുടെ ആ ഒരു എസൻസ് പോവും. പക്ഷേ ആ ഒരു BGM വൈസ് ജിതോഷം മേക്കിംഗ് വൈസ് എന്തുകൊണ്ടും എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ പോവുക. ആൻഡ് മലയാളത്തിൻ്റെ ലാലേട്ടൻ തിരിച്ചു വരവായിരുന്നു. ഇതൊരു തുടക്കമാവട്ടെ. വെരി ഹാപ്പി. അല്ല, എനിക്ക് ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. അതായത് മോഹൻലാലിൻ്റെ നല്ലൊരു പടം, മോഹൻലാലിൻ്റെ അല്ല ജിത്തു ജോസഫിൻ്റെ നല്ലൊരു പടം കണ്ടു. അതായത് മറ്റേ ദൃശ്യം മോഡൽ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതിൽ പ്രതീക്ഷിച്ചില്ല, അതിലുണ്ടായിട്ടുമില്ല. അത് ചെയ്തു. അതായത് കണ്ടിരിക്കാൻ രസമുള്ളൊരു പടം. അതായത് ലാസ്റ്റ് എന്നല്ല, മോഹൻലാൽ എങ്ങനെ പെർഫോമൻസ് ചെയ്തോ അതേപോലെ തന്നെ കട്ടയ്ക്ക് കയറുന്നു സിദ്ദിഖും കസറിയിട്ടുണ്ട് പടത്തിൽ. എന്തായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, എല്ലാ കോമ്പിനേഷനും അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അനശ്വര ഒരു ബ്ലൈൻഡ് ആയിട്ടാണ് എന്തായാലും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ.